ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബേപ്പൂരിലാണ്. ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു ജില്ല കൂടെയാണ് കോഴിക്കോട്. ആ കോഴിക്കോട്ടെ ബേപ്പൂരിലെ മത്സരം എന്ന് പറയുന്നത് നമുക്കറിയാം, മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെ PV അൻവർ രംഗത്തെത്തിയതോടുകൂടി മത്സരത്തിന്റെ സ്വഭാവം തന്നെ ആകെ മാറിയിരിക്കുന്നു. മരുമോനിസം, പിണറായിസം എന്നീ പ്രവണതകൾക്കെതിരെയാണ് തന്റെ പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നേരത്തെ തന്നെ മണ്ഡലത്തിൽ പ്രചരണം തുടങ്ങിയതാണ്. നമ്മളിപ്പോഴുള്ളത് PV അൻവറിന്റെ പ്രചരണ വാഹനത്തിലാണ്. PV അൻവർ നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് ഈ ഒരു കൊട്ടിക്കലാശം ബേപ്പൂര്? എനിക്ക് തോന്നുന്നു നമ്മൾ നിലമ്പൂരൊക്കെ പ്രചരണം നടത്തി നല്ല അനുഭവമുണ്ട്, പക്ഷെ കോഴിക്കോടിന്റെ മണ്ണിൽ ഇത്തരം ഒരു പ്രചരണം ഇതാദ്യമായിട്ടായിരുന്നു. ജനങ്ങൾ ആവേശഭരിതരാണ്. ഒരു മാറ്റം 100% സംഭവിക്കും, അതിന്റെ ഭാഗമാണ്. എന്തായാലും ഒരു മാറ്റം ഉണ്ടാവും, ബേപ്പൂര് മാറ്റം കൊണ്ടുവരും. 100%. ശബ്ദമൊക്കെ പോയി, ഒന്നുമില്ല, എല്ലാം പോയി കിടക്കുക. എന്താണ് പൊതുവെ ജനങ്ങളെ ഈ അവസാന നിമിഷം കണ്ട സമയത്ത് ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? വളരെ അനുകൂലമാണ്. ജയിക്കും. എത്രയാണ് ഭൂരിപക്ഷം എന്ന് പറയാൻ വേണ്ടി പറ്റും? 25,000 കുറയാത്ത വോട്ട് ജയിക്കും. നല്ല വോട്ട് ജയിക്കും. നമ്മൾ പറഞ്ഞത് മെയ് 4-ന് 3 മണിക്ക് ആഹ്ലാദ പ്രകടനം രാമനാട്ടുകരയിൽ നിന്ന് തുടങ്ങുമെന്നാണ്. അങ്ങനെ തന്നെ ആയിരിക്കും. 100%. അദ്ദേഹത്തിന്റെ ശബ്ദമൊക്കെ പോയിട്ടുണ്ട്. പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിൽ കൊട്ടിക്കയറുകയാണ്. പ്രത്യേകിച്ച് UDF-നെ സംബന്ധിച്ച് VD സതീശൻ കോഴിക്കോട് വന്ന സമയത്ത്, ബേപ്പൂരിൽ പ്രചരണത്തിനായി എത്തിയ സമയത്ത് പറഞ്ഞ ഒരു കാര്യം കൂടെയുണ്ട്. അതായത് ബേപ്പൂർ മണ്ഡലത്തിൽ നിന്നും PV അൻവർ ജയിക്കുകയാണെങ്കിൽ അദ്ദേഹം വെറും MLA ആയിട്ടായിരിക്കുകയില്ല ഇവിടെ നിന്ന് പോവുക എന്നുള്ള ഒരു കാര്യം കൂടി VD സതീശൻ പറഞ്ഞിരുന്നു. ഏതായാലും വലിയ തരത്തിലുള്ള പ്രചരണ ആവേശമാണ് ബേപ്പൂരിൽ കാണാനാകുന്നത്.